നമസ്കാരം. എല്ലാവർക്കും സേനൂസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ആപ്പിൾ കൊണ്ട് വളരെ രുചികരമായ ഒരു വിഭവം തയ്യാറാക്കിയാലോ? ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് എണ്ണ, സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് അരയ്ക്കുക. അതിനുശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാൽ കൂടി ചേർക്കാം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി മൈദ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ കട്ട കെട്ടാതെ ഇളക്കി യോജിപ്പിക്കണം. മൈദ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം, എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കരുത്. ഇത് യോജിച്ചതിന് ശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ സോഡാ പൗഡർ എന്നിവ കൂടി ചേർക്കണം. ഇതുകൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയായി. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാനിൽ 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഉരുക്കിയെടുക്കണം. ഇത് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകിയാൽ മതി, നല്ലതുപോലെ കുറുകേണ്ട ആവശ്യമില്ല. പാന് റെഡിയായി. ഇനി ഇത് ഒരു ബേക്കിംഗ് പാനിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് അല്പം ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആപ്പിളിൻ്റെ ചെറിയ ചെറിയ സ്ലൈസുകൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായി ബാക്കിയുള്ള ആപ്പിൾ കഷ്ണങ്ങൾ ഓരോന്നായി നിരത്തി കൊടുക്കുക. ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് പൂർത്തിയായി. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പ് എങ്ങനെയെന്ന് നോക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്നതിനായി ഒരു പ്രീഹീറ്റ് ചെയ്ത ഒരു തവയിലേക്ക് ഈ ഒരു ബാറ്റർ വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ 20 തൊട്ട് 25 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡിയായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്നും മാറ്റാം. ആപ്പിൾ കൊണ്ടുള്ള വളരെ ടേസ്റ്റിയും വളരെ സ്വീറ്റുമായിട്ടുള്ളൊരു റെസിപ്പി ഇവിടെ റെഡിയായിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഒത്തിരി ഇഷ്ടമാവും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം.